രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം വ്യക്തിയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിനായി വിശാല വീക്ഷണത്തിന്റെ വിത്ത് പാകിയ മണ്ണാണ് വൈക്കം. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ ഇന്നും ജ്വലിക്കുകയാണ്. എന്തിൽ നിന്നെല്ലാമായിരുന്നു ഈ നാടിന് സ്വാതന്ത്ര്യം നേടേണ്ടിയിരുന്നത്? ബ്രിട്ടന്റെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, സാംസ്കാരിക അടിമത്തത്തിൽ നിന്നും, ഉച്ചനീചത്വങ്ങളിൽ നിന്നും, സാമ്പത്തിക അടിമത്തത്തിൽ നിന്നും ഈ നാടിന് സ്വാതന്ത്ര്യം അനിവാര്യമായിരുന്നു. അത്തരം പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ട മണ്ണാണ് വൈക്കത്തിൻ്റെത്. നരന് നരൻ തന്നെ അശുദ്ധി കൽപ്പിക്കുന്ന നാട്ടിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് പ്രസക്തി എന്താണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞാലേ പൂർണ്ണ സ്വാതന്ത്ര്യം കൈവരിക്കാനാകൂ എന്നതായിരുന്നു ഗാന്ധിജി ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ തിരിച്ചറിവ്. 1923 ഡിസംബറിലെ കാക്കിനാട സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയും പിന്നാലെ 1924 മാർച്ച് 30 ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. SNDP കാര്യദർശിയായിരുന്ന TK മാധവനും NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭനുമായിരുന്നു നേതൃത്വം. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുവഴികളിൽ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് സഞ്ചാരം നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത ഈ സമരം 603 ദിവസം നീണ്ടുനിന്നു. വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വൈക്കത്ത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തണമെന്ന് തീരുമാനിച്ചു. 1924 മാർച്ച് മാസം 30 ആരംഭിച്ച 603 ദിവസം നീണ്ടുനിന്ന ഒരു ഐതിഹാസിക സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അത് സ്വാഭാവികമായും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തന്നെ നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ്. നിരവധി ദേശീയ നേതാക്കന്മാർ, മഹാത്മജിയോടൊപ്പം തന്നെ നിരവധിയായ ദേശീയ നേതാക്കന്മാർ, മദൻ മോഹൻ മാളവ്യ അടക്കമുള്ള ആളുകൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി, അതുപോലെ സിഖുകാര് ഇവിടെ വരികയും സത്യാഗ്രഹികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ഇതിലേർപ്പെട്ടതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സത്യാഗ്രഹത്തെ സൈദ്ധാന്തികമായും ഹിംസാത്മകമായും ഇല്ലായ്മ ചെയ്യാൻ നിരന്തരം ശ്രമങ്ങളുണ്ടായി. നിരവധി പേർ അക്രമത്തിന് ഇരയായി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പിന്തുണയും മാർഗദർശനവും നൽകി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സവർണ വിഭാഗങ്ങൾ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ പദയാത്ര സത്യാഗ്രഹ ചരിത്രത്തിലെ നിർണായക ചുവടുവയ്പ്പാണ്. നിരന്തര പോരാട്ടത്തിന്റെ ഫലമായി ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള വഴി എല്ലാവർക്കുമായി തുറന്നുകൊടുക്കാൻ സർക്കാർ സമ്മതിച്ചു. ഇതോടെ സത്യാഗ്രഹം പിൻവലിക്കാൻ 1925 ഒക്ടോബർ 8 ഗാന്ധിജി സത്യാഗ്രഹികൾക്ക് നിർദ്ദേശം നൽകി. വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കാൻ വൈക്കം സത്യാഗ്രഹത്തിന് സാധിച്ചു. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് അത് വലിയ കരുത്തേകി. വൈക്കം സത്യാഗ്രഹത്തിന് 100 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സത്യാഗ്രഹത്തിന്റെ ഓർമ്മകൾ വെറും പ്രതിമകളിൽ മാത്രം ഒതുങ്ങി എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മരണകൾക്ക് വലിയ കാലിക പ്രസക്തിയുള്ളൊരു കാലമാണ്. നിർഭാഗ്യവശാൽ വൈക്കത്ത് ഇന്ന് സത്യത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ നെടുന്തൂണായിരുന്ന നായകനായിരുന്ന TK മാധവൻ വിസ്മൃതിയിലാണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് വൈക്കത്തുള്ളത്. ഇപ്പൊ തമിഴ്നാട് സർക്കാർ തന്തൈ പെരിയാറുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളുടെ നിർമ്മാണമെല്ലാം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്. അത് ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതേ വേദിയിൽ തന്നെ കേരളം ഗവൺമെന്റും വൈക്കം സത്യാഗ്രഹത്തിന് സ്മാരകം നിർമ്മിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർമ്മാണം ആരംഭിക്കാൻ പോലും കേരള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം. സമാന ലക്ഷ്യം തന്നെയായിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനവും വൈക്കം സത്യാഗ്രഹവും എങ്ങനെ സമൂഹത്തിൽ വൈരുദ്ധ്യാത്മകമായ സ്വാധീനം സൃഷ്ടിച്ചുവെന്ന് സത്യാഗ്രഹത്തിന്റെ കനക ജൂബിലിയോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം മുതിർന്ന പ്രചാരകൻ P. പരമേശ്വരൻ നടത്തിയ പ്രസംഗം പ്രസക്തമായിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നില്ലെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടിത പ്രക്ഷോഭം എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗണത്തിൽപ്പെടുന്നതായി മിക്ക ചരിത്രകാരന്മാരും വിലയിരുത്തുന്നു. പിന്നാക്ക ജാതികളുടെ പൗരാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജീവൽ പ്രശ്നങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ വൈക്കം സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ജനം, കോട്ടയം.